10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചൊരു കുട്ടിയാണോ? പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുക. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ പുതിയ ചാനലാണ്. നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെയുള്ള എല്ലാ സ്റ്റഡി അപ്ഡേറ്റ്സും കിട്ടാൻ പോകുന്നത് ഈ ചാനൽ ത്രൂ ആയിരിക്കും. അപ്പോൾ ചാനലിൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി എന്താണ് കാര്യം എന്നല്ലേ, 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് പ്ലസ് വണ്ണിലേക്ക് മാറുന്ന സമയത്ത് അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമോ? ഞങ്ങളുടെ പഠനത്തിനെ അത് ബാധിക്കുമോ? ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയതിനേക്കാൾ കുറച്ച് മാർക്കായിരിക്കുമോ ഇനി കിട്ടുക? ഇങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കുട്ടികൾക്കുള്ള പ്രശ്നം 10ാം ക്ലാസ് മലയാളം, പ്ലസ് വൺ ഇംഗ്ലീഷ്, ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവില്ലേ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ എക്സാം എഴുതാം. പക്ഷേ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടിയാണെങ്കിൽ പോലും സയൻസ് സ്ട്രീമിൽ നമ്മൾ പൊതുവേ ക്ലാസ്സുകൾ ടീച്ചേഴ്സ് എടുക്കാറുള്ളത് ഇംഗ്ലീഷിലാണ്, നോട്ട്സുകൾ എഴുതാറുള്ളത് ഇംഗ്ലീഷിലാണ്, എക്സാമുകളും അറ്റൻഡ് ചെയ്യുക നമ്മൾ ഇംഗ്ലീഷിലാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ ഉണ്ടാകും. ആരും മലയാളം അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പോകാറില്ല. കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്ട്രീമിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ മലയാളത്തിൽ ആൻസർ ചെയ്താറുണ്ട്, കുറച്ച് കുട്ടികൾ ഇംഗ്ലീഷിലും ആൻസർ ചെയ്താറുണ്ട്. ടീച്ചേഴ്സ് രണ്ട് രീതിയിലും ക്ലാസ് എടുക്കാറുണ്ട്. എന്നാലും മെജോറിറ്റി ടീച്ചേഴ്സും മലയാളമാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ സയൻസ് കുട്ടികളോടാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന് നല്ല മാർക്ക് കിട്ടിയിട്ട് പ്ലസ് വണ്ണിൽ എത്തുന്ന സമയത്ത് ഞങ്ങൾ അത് ബാധിക്കില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. അത് ഇനീഷ്യലി നിങ്ങൾക്ക് ആ പ്രശ്നം എന്തായാലും ഫീൽ ചെയ്യുകയും ഉണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച ഒരു കുട്ടിയായിരുന്നു. എനിക്ക് അന്ന് 9 A+ഉം 1 A ആയിരുന്നു 10ാം ക്ലാസ്സിൽ ഗ്രേഡ് കിട്ടിയിരുന്നത്. പക്ഷേ പ്ലസ് 2 കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു. എനിക്ക് പ്ലസ് 1 പ്ലസ് 2 ഈ ഇംഗ്ലീഷ് ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്ത്, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത്, നമുക്ക് ഇപ്പോൾ ഈവൻ വളരെ സിമ്പിളായിട്ടുള്ള മാത്സ് ആണെങ്കിൽ പോലും മാത്സിലുള്ള ചില ടേംസ് ഒക്കെ മനസ്സിലാക്കാനും അത് എന്താണ് എന്ന് തിരിച്ചറിയാനൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ ഇംഗ്ലീഷ് വരുന്ന ബയോളജി പോലത്തെ സബ്ജക്റ്റുകളാണെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ചെറിയ പ്രശ്നം സ്റ്റാർട്ടിങ്ങിൽ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച, ഇതും ഈ ഒരു സമയം ഗ്യാപ്പിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, എന്താണ് എൻ്റെ പ്രശ്നം, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മലയാളം മീഡിയം പഠിച്ചു വന്നിട്ട് ഇംഗ്ലീഷിലേക്ക് മാറുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്കത് മാറിക്കിട്ടും. ഓക്കെ, പിന്നെ എല്ലാ കുട്ടികളെ പോലെ തന്നെയായിരിക്കും നിങ്ങളും. അല്ലാതെ മലയാളം മീഡിയം പഠിച്ചതുകൊണ്ട് മാത്രം എനിക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. മാത്സിൻ്റെ ഒന്നും കേസിൽ നിങ്ങൾക്ക് ഒരുപാട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ആണുള്ളത്. ബയോളജിൻ്റെ കേസിലാണ് നമുക്ക് കൂടുതലും ഇംഗ്ലീഷ് ടേമുകൾ ഇങ്ങനെ എഴുതിയെടുക്കേണ്ടി വരിക. അതേപോലെ തന്നെ കെമിസ്ട്രിയിലും പിന്നെ ഫിസിക്സിലും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. നമ്മൾ ഇവിടുത്തെ നമ്മുടെ ലാംഗ്വേജിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ സയൻസ് സബ്ജക്റ്റുകളിലെ നമ്മളെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിനും ആ കണ്ടന്റ് എങ്ങനെ നമ്മൾക്ക് കിട്ടി എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ പഠിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട്, അതായത് 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചതുകൊണ്ട് പ്ലസ് 1 സയൻസ് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഫേസിൽ തോന്നിയേക്കാം. പക്ഷെ അത് 1-2 ആഴ്ച കൊണ്ട് അത് മാറും. അത് നിങ്ങൾ മലയാളം മീഡിയം പഠിച്ച് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമായിരിക്കും. അല്ലാതെ അത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ പോകുന്ന ഒരു സംഭവമായിട്ട് മാറൂല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംശയമാണ് ഈ കാര്യം കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടാവോ എന്നുള്ളത്. അപ്പോൾ ചില ടേമുകളൊക്കെ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചെറിയൊരു എഫേർട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും. ചില ടേമുകളൊക്കെ നമ്മൾ പെട്ടെന്ന് ആ ഒരു മലയാളം പഠിച്ച ടേം നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവും. പിന്നെ നമുക്ക് കേട്ട് അതങ്ങ് റെഡി ആയിക്കോളും. ഓക്കെ, മലയാളത്തിൽ നമ്മൾ ത്രികോണം എന്ന് പറയുന്നത് ട്രയാങ്കിൾ എന്നായി മാറുന്നേ ഉള്ളൂ. ആ ട്രയാങ്കിളും നിങ്ങൾക്കറിയാം, ത്രികോണം എന്താണെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രേ പ്രശ്നമുള്ളൂ. ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള സംഭവമല്ല. അപ്പോൾ മലയാളം മീഡിയം പഠിച്ചതുകൊണ്ട് ഒരിക്കലും പ്ലസ് 1 സയൻസിൽ നിങ്ങളെ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിന് അതൊരു ബുദ്ധിമുട്ടാക്കുകയോ അല്ലെങ്കിൽ അതൊരു തടസ്സമായിട്ട് നിൽക്കുകയോ ഇല്ല. ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.